അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. اللهم يا من لا تراه في الدنيا العيون ولا تخالطه الظنون ولا يصفه الواصفون ولا تغيره الحوادث ولا يخشى الدوائر، يعلم مثاقيل الجبال ومكائل البحار وعدد قطر الأمطار وعدد ورق الأشجار وعدد ما أظلم عليه الليل وعدد ما أشرق عليه النهار. اللهم يا من لا تواري منه سماء سماعا ولا أرض أرضا ولا بحر إلا يعلم ما في قعره ولا جبل إلا يعلم ما في وعره. اللهم اجعل خير أعمالنا وآخرها وخير أعمالنا خواتيمها وخير أيامنا يوم نلقاك فيه يا أرحم الراحمين. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله نعم الوكيل نعم المولى ونعم النصير. غفرانك ربنا وإليك المصير. اللهم ربنا أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم منا إلى حضرة حبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والمرسلين وأهل الخير كلهم أجمعين وإلى حضرات من ماتوا من آبائنا وأمهاتنا وأقربائنا وأساتذتنا كلهم أجمعين وإلى حضرات من نويناهم يا أرحم الراحمين. اللهم اغفر لنا واغفر لهم وارحمنا وارحمهم وعافنا وعافهم يا أرحم الراحمين. اللهم دلنا على من يدلنا عليك وأوصلنا إلى من يوصلنا إليك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر وارحم آباءنا وأمهاتنا كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹിക്കമിൻ്റെ ദർസ് ഇൻഷാ അല്ലാഹ് ആരംഭിക്കുകയാണ്. അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി തങ്ങൾ അടുത്തതായി നമ്മോട് ഉണർത്തുന്ന ഹിക്മത്ത് അത് അം കൈഫ യത്മഉ യദ്ഖുല ഹളറത്തല്ലാഹി വഹുവ ലം യതതഹർ മിൻ ജനാബത്തി ഗഫലാതിഹി. ആദ്യത്തെ 13ാമത്തെ ഹിക്മത്തിൻ്റെ 3ാമത്തെ ഭാഗമാണിത്. യഥാർത്ഥത്തിൽ 4 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ആദ്യത്തെ 2 ഹിക്മത്തുകൾ നമ്മൾ ചർച്ച 13ാമത്തെ ഹിക്മത്തിൻ്റെ ആദ്യത്തെ 2 ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ 3ാമത്തെ ഭാഗം അള്ളാഹുവിലേക്ക് വാസുലാവാൻ വേണ്ടി റബ്ബിലേക്ക് യാത്ര തിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, മുഅ്മിനായ മനുഷ്യൻ, അവനവൻ്റെ യാത്രയിൽ ആദ്യമായി അവൻ്റെ ലക്ഷ്യസ്ഥാനം നിർണ്ണയിക്കണമെന്നും അവൻ്റെ ഖൽബിലേക്ക് അള്ളാഹു അല്ലാത്തവയെ നിറക്കരുത് എന്നും ബാക്കിയുള്ളവയുമായി ബന്ധപ്പെടുമ്പോഴൊക്കെയും അവൻ്റെ ഖൽബിൽ അള്ളാഹു ആയിരിക്കണം, റബ്ബിൻ്റെ മുഷാഹദയായിരിക്കണം ലക്ഷ്യമെന്നും, അത് കഴിഞ്ഞ് അവൻ യാത്ര ആരംഭിക്കുമ്പോൾ അവൻ്റെ വാഹനം വഹുവ മുക്കബ്ബലും ബിശഹവാതിഹി, ശരീരത്തിൻ്റെ ആഗ്രഹ ആസ്വാദനങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ അതൊരു ആത്മീയ യാത്രയിൽ അതൊരു ചങ്ങലയായി അല്ലെങ്കിൽ ഒരു കയറായി അവനെ ബന്ധിക്കുമെന്നും ആ ബന്ധനം കാരണത്താൽ അവൻ്റെ ആത്മീയ യാത്രയിൽ ഒരിക്കലും അവന് പുരോഗതി ഉണ്ടാവില്ല, അവൻ തുടങ്ങിയെടുത്ത് തന്നെയായിരിക്കും നിൽക്കുക എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി യാത്ര പോകുന്ന യാത്രക്കാരൻ അവൻ്റെ ഖൽബിൽ ശരിയായ ലക്ഷ്യനിർണയം നടത്തി ഷഹ്വത്തുകളിൽ നിന്ന് അവൻ മോചിതനായി യാത്ര ആരംഭിക്കുകയാണ്. ഇപ്പോൾ അവൻ്റെ വാഹനവും മറ്റ് ബന്ധനങ്ങളിൽ നിന്ന് ഒഴിവാണ്. എങ്കിലും യാത്രയിൽ അവൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, അവൻ്റെ അശ്രദ്ധയിൽ നിന്ന് ഒഴിവാവുക എന്നുള്ളതാണ്. അഥവാ നമുക്കറിയാം, വാഹനയാത്ര നടത്തുന്ന ഒരാൾ വളരെ സസൂക്ഷ്മം ആ യാത്ര നടത്തിയില്ല എങ്കിൽ, വാഹനം ഓടിച്ചില്ല എങ്കിൽ, ചെറിയ ചെറിയ വഴിത്തിരിവുകൾ വരുമ്പോൾ ആ വഴിത്തിരിവുകളിൽ വളരെ ശ്രദ്ധയോടുകൂടെ
അവൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴി അവൻ മനസ്സിലാക്കിയില്ല എങ്കിൽ അവൻ ചിലപ്പോൾ എത്തിച്ചേരുക വേറെ ലക്ഷ്യസ്ഥാനത്തേക്കായിരിക്കും. ഇവിടെ നിന്ന് കോഴിക്കോട് പോകുന്ന ഒരാൾ പല സ്ഥലങ്ങളിലും തിരിവുകളും വളവുകളും ഒക്കെ വരും, ജംഗ്ഷനുകൾ വരും. അവിടെയൊക്കെ അവൻ ശ്രദ്ധയോടുകൂടെ ആ വാഹനം ഓടിക്കുകയാണെങ്കിൽ മാത്രമേ അവന് അവൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കൂ. എന്നതുപോലെ ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി തങ്ങൾ പറയാണ്, ഒരാളുടെ മഹത്തരമായ സ്ഥലങ്ങളിലേക്ക് ചെന്നെത്തണമെങ്കിൽ എപ്പോഴും ശുദ്ധിയോടുകൂടെ മാത്രമേ നമുക്ക് കയറാൻ സാധിക്കൂ. നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയിൽ വരുന്നതിന് ശേഷം ചെരുപ്പ് ഊരി വെക്കുന്നു, അതുപോലെ കാല് കഴുകുന്നു. എന്നതുപോലെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ചെരുപ്പ് ഊരിയിട്ടേ വീട്ടിലേക്ക് കയറുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ മഹത്തരമായ സ്ഥാനങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഓരോരുത്തർക്കും അവരുടെ മനസ്സിലെ മഹത്വവും താളീമും എത്രയാണോ അതിനനുസൃതമായിട്ട് അവർ വൃത്തിയും ശുദ്ധിയും പാലിച്ചു മാത്രമേ അകത്ത് കിടക്കൂ. ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാലോ, ബഹുമാന്യര് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദീനത്തുൽ മുനവ്വറയിൽ ചെരുപ്പ് ധരിക്കാതെയായിരുന്നു നടന്നിരുന്നത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാൾ അയാൾ യഥാർത്ഥത്തിൽ ശുദ്ധിയുള്ളയാളായിരിക്കണം, ആത്മശുദ്ധിയും ശരീരശുദ്ധിയുമുള്ള ആളായിരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ അവൻ്റെ അശുദ്ധി എന്ന് പറയുന്നത്, അവൻ്റെ യാത്രയിൽ അവൻ്റെ ശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവൻ്റെ ഗഫലത്താണ്, അവൻ്റെ അശ്രദ്ധയാണ് എന്ന് ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുകയാണ്. അതാണ് പറയുന്നത്, അം കൈഫ യത്മഉ, എങ്ങനെയാണ് അവന് കൊതിക്കാനാവുക, അയ്യദുഖുല ഹളറത്തർ റബ്ബി, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദിവ്യസന്നിധിയിലേക്ക് പ്രവേശിക്കണമെന്ന് എങ്ങനെയാണ് അവന് കൊതിക്കാനാവുക. വഹുവ ലം യതതഹർ മിൻ ജനാബതി ഗഫലാതിഹി, അവൻ്റെ അശ്രദ്ധകളാകുന്ന അവൻ്റെ അശ്രദ്ധയുടെ ജനാബത്തിൽ നിന്ന്, അവൻ്റെ അശ്രദ്ധയുടെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്താതെ എങ്ങനെയാണ് ഒരാൾക്ക് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രവേശിക്കാനാവുക. അപ്പോൾ യാത്ര പോകുന്നയാൾ അശ്രദ്ധകളിൽ നിന്ന് റബ്ബിലേക്ക് വാസുലാകുന്ന ഒരാൾ തൻ്റെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അയാൾ മുക്തമാകണം. വളരെ ബദ്ധശ്രദ്ധയോടെ ഏകാഗ്രതയോടുകൂടെ വേണം അവൻ്റെ ആത്മീയ യാത്രയിൽ അവൻ മുന്നേറാൻ. ശ്രദ്ധയില്ലായ്മയാണ് നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മളെ ഹനിക്കുന്ന ഒരു രോഗം, നമ്മളെ നശിപ്പിക്കുന്ന ഒരു രോഗം. യഥാർത്ഥ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെപ്പറ്റി മനുഷ്യൻ്റെ ശ്രദ്ധ തിരിഞ്ഞിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു തക്കാസുറിൽ ഇത് വ്യക്തമാക്കുന്നത്, അൽഹാക്കുമു തക്കാസുർ, നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചിരിക്കുന്നു. ആ തക്കാസുറു സമ്പന്നതയുടെ ഭൗതികതയുടെ അതിപ്രസരം നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും നമ്മളെയൊക്കെ ബാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ വിഴുങ്ങിക്കളഞ്ഞ ഒരു സംഗതി എന്ന് പറയുന്നത് അശ്രദ്ധയാണ്. ആ അശ്രദ്ധ, ഒരു ഡ്രൈവർ അയാൾ രാത്രിയോ പകലോ വാഹനം ഓടിക്കുന്ന സന്ദർഭത്തിൽ അയാൾ അശ്രദ്ധനായി വാഹനം ഓടിച്ചാൽ എപ്രകാരം അയാൾക്ക് അപകടം സംഭവിക്കുമോ, എത്ര സമയം അയാളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ താമസിക്കുമോ അത് നമുക്കറിയാൻ സാധിക്കും. എപ്പോഴും ശ്രദ്ധയോടുകൂടെ വേണം വാഹനം ഓടിക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒഫലത്തുകൾ, അശ്രദ്ധകളെ നമ്മൾ വിടുകയും വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയും ചെയ്യണം. ശുദ്ധിയോടുകൂടെ മാത്രമേ, അതാണ് പറയുന്നത്, വഹുവ ലം യതതഹർ മിൻ ജനാബതി ഗഫലാതിഹി, ഒരാളുടെ അശ്രദ്ധയിൽ നിന്ന് അയാൾ ശുദ്ധി കൈവരിച്ചു വേണം അള്ളാഹുലേക്ക് യാത്ര ചെയ്യാൻ. എത്രത്തോളം എന്ന് വെച്ചാൽ അത് ആധ്യാത്മികതയുടെ ഉയർന്ന തലങ്ങളിലേക്ക് മാത്രമല്ല, നമ്മളുടെ ദീനിലേക്ക് പ്രവേശിക്കുന്ന ഒരു അവിശ്വാസിയായൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരും ചില ശുദ്ധീകരണ മുറകൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതായത് ഒരാൾക്ക് എന്തുകൊണ്ടാണ് ഒരവിശ്വാസിക്ക് എന്തുകൊണ്ട് ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കണം, എന്തുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് സത്യമാണെന്ന് എന്തുകൊണ്ട് ഞാൻ വിശ്വസിക്കണം. ബുദ്ധിപരമായി സംശയങ്ങൾ ചോദിക്കാം, ആ സംശയങ്ങൾ നിവർത്താം, അതിനുവേണ്ട ബുദ്ധിപരമായ തെളിവുകൾ എക്കാലഘട്ടത്തിലും നമ്മുടെ ഉലമാക്കൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബുദ്ധിപരമായി മാത്രമേ ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്താനാവും. അപ്പോൾ ബുദ്ധി കൊണ്ട് ഒരാൾ അള്ളാഹുവിന് ഉണ്ട് എന്ന് അയാൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൽ ഒരാൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ, ആ ബോധ്യം വന്ന ഒരു ഘട്ടത്തിൽ അയാൾ ബോധ്യം വന്നതിന് ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ, ആ ഇസ്ലാമിലേക്ക് കടന്നതിന് ശേഷം അയാളുടെ യുക്തിയെ മാറ്റിവെക്കേണ്ടി വരും. ഇതേതുപോലെ എന്ന് വിചാരിച്ചാൽ,
ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് ഒരു രാജാവിനെ കാണാൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയൊക്കെ കാണാൻ പോകുന്ന ഒരാൾക്ക് ആ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ രാജാവിൻ്റെ കൊട്ടാരം വരെ അയാൾക്ക് വാഹനം എടുത്തു പോകാം. ആ വാഹനമെടുത്ത് അയാൾക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. കൊട്ടാരത്തിൻ്റെ വളപ്പിലെത്തിയാൽ കൊട്ടാരത്തിൻ്റെ സമീപത്ത് വെച്ച് വാഹനത്തിൽ നിന്ന് ഇറങ്ങണം. വാഹനത്തിൽ നിന്ന് ഇറങ്ങി പിന്നീട് അവിടുത്തെ പ്രോട്ടോക്കോൾ എങ്ങനെയോ അതുപോലെ പോകാം. എന്നതുപോലെ ചിലപ്പോൾ തല കുനിച്ചു പോകേണ്ടി വരും, ചിലപ്പോൾ ഒരുപാട് പെർമിഷന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരും, ഇതൊക്കെ ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞതുപോലെ ഒരാൾക്ക് ദീനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അയാൾക്ക് പല കാര്യങ്ങളിലും സംശയിക്കാം. അയാൾക്ക് ആ സംശയങ്ങളൊക്കെ ഉയർത്തുകയും ചെയ്യാം. ബുദ്ധിപരമായി അതിന് കൃത്യമായ മറുപടികൾ നമ്മുടെ ഇപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള ഹംസ സറോസിൻ്റെ ദ ഡിവൈൻ റിയാലിറ്റി പോലെയുള്ള പുസ്തകങ്ങൾ ബുദ്ധിപരമായി ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് തൗഹീദ്, റിസാലത്ത്, ആഖിറം ഇതൊക്കെ ബുദ്ധിപരമായി തെളിയിക്കുന്ന ഗ്രന്ഥമാണ്. അപ്പോൾ അത്തരം ബുദ്ധിപരമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് ബുദ്ധിപരമായി തന്നെ ദൈവാസ്തികത്തെയും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുന്നതിൻ്റെ ആവശ്യകതയും ഒക്കെ ബുദ്ധിപരമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പക്ഷേ ദീനിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മൾ ഈ വാഹനം കൊട്ടാരത്തിങ്കിൽ ഉപേക്ഷിക്കുന്നത് പോലെ മാറ്റിവെക്കേണ്ടതുപോലെ യുക്തിയെ മാറ്റിവെക്കേണ്ടി വരും അതിൻ്റെ അകത്തേക്ക് കടന്നാൽ. അപ്പോൾ അകത്തേക്ക് കടക്കുന്നത് വരെ ഉണ്ട്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു അശുദ്ധിയാണ് ദീനിയായ വിഷയങ്ങളെ മുഴുവനും യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നതല്ല, വിശ്വാസികളുടെ മുത്തഖീങ്ങളുടെ ഒരു പ്രത്യേകതയായി പറയുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നാണ്. മറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അവർ വിശ്വസിക്കുന്നു. നമ്മുടെ കണ്ണിൽ നിന്ന് മറഞ്ഞ വരാനിരിക്കുന്ന പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, ആഖിറത്തിനെ കൊണ്ട് വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, അനശ്വരമായ ഒരു പാരത്രിക ലോകത്തെ സംബന്ധിച്ച് വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു ജനാബത്ത്, നമ്മളുടെ ഒരു അശുദ്ധിയാണ്. അതിലേക്ക് കടക്കുമ്പോൾ അതിന് മുമ്പുള്ള ഒരു അശുദ്ധിയാണ്. നമ്മുടെ സംശയങ്ങൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ യുക്തിയെ വിടണം. അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ അള്ളാഹുവും റസൂലും പറയുന്നതാണ് കാര്യം. ആധ്യാത്മിക തലത്തിൽ ചിന്തിക്കുമ്പോഴും ഇതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി 2016 നോട്ട് നിരോധനം വരികയാണ്. നോട്ട് നിരോധനം വന്നപ്പോൾ നമുക്കൊക്കെ അതിനോട് ഇഷ്ടക്കേടുണ്ട്. പക്ഷേ ഇഷ്ടക്കേടുണ്ടായപ്പോഴും നമ്മളെല്ലാവരും പോയി ബാങ്കിൽ പോയി ക്യൂ നിൽക്കുകയും പൈസ മേടിക്കുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് നോട്ട് നിരോധനം എന്ന കാര്യത്തെ നമുക്ക് മാനസികമായി ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെങ്കിൽ പോലും നമ്മൾ എന്തുകൊണ്ട് ബാങ്കിൻ്റെ മുമ്പിൽ ക്യൂ നിന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് ഇത് നടപ്പാക്കിയ ആൾ പ്രധാനമന്ത്രിയാണ്, അയാൾ പ്രധാനമന്ത്രിയാണ് എന്നുള്ളൊരു കാര്യമാണ്. മറ്റൊന്ന്, അയാളത് നടപ്പാക്കി എന്നുള്ളത് സത്യമായ കാര്യവുമാണ്. ഇപ്പം എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ നിയമങ്ങളൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ ദിവ്യ വെളിപാട് മുഖേന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമുക്ക് കിട്ടുന്ന ഈ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ, അത് നടപ്പാക്കുന്നവനും അത് നിയമങ്ങൾ നിർമ്മിക്കുന്നവനും അള്ളാഹു ആണ് എന്നതുകൊണ്ട് തന്നെ നമുക്കതിലൊന്നും ചെയ്യാനില്ല. ഇതിലേക്ക് പ്രവേശിച്ചതിന് ശേഷം യുക്തി നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. അതുവരെ നമുക്ക് എന്ത് സംശയങ്ങളും യുക്തിപരമായി തന്നെ നേരിടാവുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സമക്ഷത്തിലേക്കുള്ള യാത്രയിൽ യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് യാത്ര ചെയ്യുന്ന സാലിക്കായ ഒരാൾ അയാൾ യാത്ര ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആർക്കാണ് ഈ ശരിയായ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുക? നമ്മളതുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പക്ഷമെന്ന് പറയുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, വഴി അറിയാവുന്ന ആളുകളുടെ കൂടെ നമ്മൾ സഞ്ചരിക്കുക എന്നാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് അതാണ്, കൂനൂ മഅസ് സ്വാദിഖീൻ, സത്യവാന്മാരോടുകൂടെ ആവുക. അഥവാ വഴി അറിയാവുന്ന ആളുകളോടുകൂടെ, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹളറത്തിലേക്ക് എത്താനുള്ള ത്വരീഖ്, വഴി ഏതോ ആ വഴി അറിയാവുന്നവരോടൊപ്പം അവരെ അനുധാവനം ചെയ്ത് കൂടുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നതും അതാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവെ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിൽ ചേർത്ത് നിർത്തണമേ, ഞങ്ങളെ നിലനിർത്തണമേ എന്ന് പറയുമ്പോൾ അതാരുടെ വഴി? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്ത
അള്ളാഹുവിൻ്റെ അമ്പിയാക്കളും സിദ്ദീഖീങ്ങളും സ്വാലിഹീങ്ങളുമായ ആളുകളുടെ വഴിയിൽ ഞങ്ങളെ ചേർക്കണമേ. അപ്പോൾ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ശരിക്കും ഒരു മനുഷ്യന് വേണ്ടത് സ്വാലിഹീങ്ങളോടുള്ള സിദ്ദീഖീങ്ങളോടുള്ള സുഹബത്താണ്. അവരോട് കൂടെ ചേർന്ന് നമ്മൾ പോവുകയും നമ്മുടെ അശ്രദ്ധയെ ഒഴിവാക്കുകയും ചെയ്യാമെന്നാണ്. വിശുദ്ധ ഖുർആനിൽ സാധാരണ നമ്മൾ ഓതാറുള്ള ഒരു ആയത്തുണ്ട്, ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. വിശുദ്ധ ഖുർആൻ സ്പർശിക്കണമെങ്കിൽ ഉളൂ വേണം എന്ന് പറയുന്നതിന് വേണ്ടി തെളിവായി ഉദ്ധരിക്കുന്ന ഒരായത്താണത്. ഈ ആയത്തിൻ്റെ തഫ്സീറുകളിൽ ലാ യമസ്സുഹു എന്നാൽ ലൗഹുൽ മഹ്ഫൂളാണ് എന്ന് തഫ്സീറുണ്ട്. അതിനെ സ്പർശിക്കുകയില്ല ഇല്ലൽ മുതഹ്ഹറൂൻ, സംശുദ്ധരായ മലായിക്കത്തുകളല്ലാതെ എന്നൊരു തഫ്സീറുണ്ട്. ഫുഖഹാക്കൾ പറയുന്നത് ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ശുദ്ധി കൈവരിച്ചവരല്ലാതെ, അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയായവരല്ലാതെ വിശുദ്ധ ഖുർആൻ സ്പർശിക്കരുത് എന്നാണ്. എന്നാൽ മഹാന്മാരായ സൂഫിയാക്കൾ പറയുന്നത് മസ്സ യമസ്സു എന്ന് പറഞ്ഞാൽ മസ്സ ത്വയ്ബ അഥവാ അത്തർ പുരട്ടുന്നതിന് അറബിയിൽ മസ്സ ത്വയ്ബ എന്നാണ് പറയാം. അപ്പോൾ വലാ യമസ്സുഹു, ആ വിശുദ്ധമായ ഖുർആനിൻ്റെ ആധ്യാത്മികമായ അതിൻ്റെ സാരാംശങ്ങളെ കൊണ്ട് ശോഭ പരത്താനും അതുപോലെ തന്നെ അതിൻ്റെ സുഗന്ധം ജനങ്ങളിലേക്ക് പകർത്താനും സാധിക്കുകയില്ല, അങ്ങനെ പകർത്തുകയില്ല ഇല്ലൽ മുതഹ്ഹറൂൻ, ശുദ്ധി കൈവരിച്ചവരെന്നല്ല, ശുദ്ധീകരിക്കപ്പെട്ട ആളുകൾ. മുതഹ്ഹറൂൻ, മുതത്വഹിർ എന്നല്ല, മുതഹ്ഹറൂൻ എന്നാണ്, ശുദ്ധീകരിക്കപ്പെട്ട ആളുകൾ. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം ചില സ്ഥലങ്ങളിൽ മുഖ്ലിസീൻ എന്ന് കാണാം, നിഷ്കളങ്കരായ ആളുകൾ. ഒമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവിടെ ലാമിന് കെസറാണ് നിഷ്കളങ്കർ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരെ പറ്റി പറയുന്നിടത്ത്, അംബിയാഹിനെ പറ്റി പറയുന്നിടത്ത് ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ എന്നും കാണാം. അപ്പോൾ മുഖ്ലിസ് ഒന്നുണ്ട്, മുഖ്ലസ് ഒന്നുണ്ട്. മുഖ്ലിസ് എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക മുറകളിലൂടെ തൻ്റെ മനസ്സിനെ, തൻ്റെ ഹൃദയത്തെ വിമലീകരിച്ചെടുത്ത ആളാണ് മുഖ്ലിസ് എന്ന് പറയുന്നത്. എന്നാൽ മുഖ്ലസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക തൗഫീഖും തെരഞ്ഞെടുപ്പും ഉണ്ടായതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തെ ശുദ്ധീകരിച്ചെടുത്ത മഹത്തുക്കളെ സംബന്ധിച്ചാണ് മുഖ്ലസുകൾ എന്ന് പറയുന്നത്. അമ്പിയാക്കളാ ഗണത്തിൽപ്പെട്ടവരാണ്. കാരണം അവർ പഠിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ആധ്യാത്മിക റിയാളകൾ പരിശീലന മുറകളിലൂടെയോ അല്ല അവരുടെ ഹൃദയത്തെ അവർ ശുദ്ധീകരിച്ചെടുത്തത്. അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഇനായത്ത് കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ മുഖ്ലസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, മുഖ്ലിസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. എന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഹൃദയത്തെ ശുദ്ധീകരിക്കപ്പെട്ട, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സഞ്ചരിക്കാനായി ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട മഹത്തുക്കളുണ്ട്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ എന്ന് പറഞ്ഞാൽ ഈ ദീനിൻ്റെ യഥാർത്ഥമായ ദീനിൻ്റെ യഥാർത്ഥമായ സൗന്ദര്യത്തെ, ദീനിൻ്റെ യഥാർത്ഥമായ നറുമണത്തെ ലോകത്തേക്ക് പകർന്നു കൊടുക്കാൻ മുതഹ്ഹരീങ്ങളായ അത്തരം ആത്മശുദ്ധി കൈവരിച്ച ആളുകൾക്കേ സാധിക്കൂ എന്നാണ്. നമ്മുടെ അക്കാഡമിക്കലായ ചർച്ചകളും അതുപോലെ ബുദ്ധിപരമായ ചർച്ചകളുമൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആളുകൾക്ക് ഉപകാരപ്പെടാതെ വരും. എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ മുതഹ്ഹറുകളായ ആളുകൾ, ഹൃദയം സംശുദ്ധീകരിച്ച ആളുകൾ, അവരോട് കൂടെ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് എത്താനുള്ള യഥാർത്ഥത്തിലുള്ള മാർഗം അതാണ്. ഗഫലത്ത്, മനുഷ്യനെ വരിഞ്ഞു നിൽക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അശ്രദ്ധ എന്ന് പറയുന്നത്. ആ അശ്രദ്ധയിൽ നിന്ന് ഒരാൾ വിമുക്തനാവുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഹളറത്തിലേക്ക് എത്താനുള്ള ശുദ്ധീകരണ മുറയാണ്. അതാണ് പറയുന്നത് വഹുവലം യതതഹർ മിൻ ജനാബതി ഗഫലാതിഹി. ഒരു മനുഷ്യൻ അവൻ്റെ അശ്രദ്ധയിൽ നിന്ന്, അശ്രദ്ധയാകുന്ന അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരിക്കാതെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് അവൻ യാത്രയാവുക എന്ന് ബഹുമാന്യനായ ഇബ്നു അത്താഇല്ലാഹി തങ്ങൾ ചോദിക്കുകയാണ്. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദീനിൻ്റെ ഇവൻ്റെ യാത്ര ഇവൻ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ, അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ അവൻ്റെ ശ്രദ്ധ തിരിഞ്ഞു പോകാതെ, അവനെ എന്തിനാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളത് അതിനുവേണ്ടി അവൻ്റെ ശരീരത്തെയും അവൻ്റെ കഴിവുകളെയും അവൻ ആരോഗ്യത്തെയും അവൻ വിനിയോഗിക്കുക, അവൻ യഥാർത്ഥ ശ്രദ്ധ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരുക എന്നുള്ളതാക്കി സെറ്റ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ, ഇതുകൊണ്ട് അർത്ഥം, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത് കാണുന്നവർ, ഇതുകൊണ്ട് അർത്ഥം എല്ലാവരും പള്ളിയിൽ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുക എന്നാണോ? അല്ലെങ്കിൽ എല്ലാവരും ഖുർആൻ പാരായണമായി കഴിഞ്ഞുകൂടുക എന്നാണോ? അല്ലെങ്കിൽ എല്ലാവരും പ്രത്യേകമായ ഏതെങ്കിലും ഒരു ആരാധനാ മുറയിൽ കഴിഞ്ഞുകൂടുക എന്നാണോ? അല്ല. ഗഫലത്തിൽ നിന്ന് ഒരാൾ വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല
നൽകിയിട്ടുള്ള ചില മാനസിക സ്ഥിതികളുണ്ട്. ആ മാനസിക സ്ഥിതികളിൽ ചില ആളുകൾ കൂടുതലായി പ്രതിബദ്ധത കാണിക്കുന്നത് ഏത് അമലിനോടാണോ അതിനോട് ചേർന്ന് നിൽക്കുക എന്നാണ്. അതായത് ആളുകൾക്കിടയിൽ വന്നിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സിയാവുദ്ദീൻ സർദാറിൻ്റെ സ്വർഗം തേടി നിരാശയോടെ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം ലണ്ടനിലെ ഒരു തൂപ്പ് തൊഴിലാളിയോട് സംസാരിക്കുന്ന ഒരു പ്രവർത്തകനെ സംബന്ധിച്ച്, ഒരു തബ്ലീഗ് പ്രവർത്തകനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഈ തൂപ്പുകാരനോട് പറയാം, നിങ്ങൾ നിസ്കരിക്കാൻ പറഞ്ഞാൽ അങ്ങനെ വരണം ഇങ്ങനെ വരണം, നിങ്ങളിങ്ങനെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പ്രത്യേക ഭാഷയിൽ പറയുമ്പോൾ ആ തൂപ്പുകാരനായ മനുഷ്യൻ പറയുന്നു, ഞാൻ എൻ്റെ നീയത്ത് നന്നാക്കിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇമാത്തത്തുൽ അദാനി ത്വരീഖ്, വഴിയിൽ നിന്ന് കല്ലും മുള്ളുമൊക്കെ മാറ്റൽ, അതുപോലെ തന്നെ തടസ്സങ്ങളെ നീക്കം ചെയ്യൽ, അത് ഈമാൻ്റെ ഭാഗമാണെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ആ ഈമാനിയായ വിഷയമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഇബാദത്തുകൾ ഏകശിലാത്മകമായി തീർന്നു പോകുന്നു. ആളുകൾ ആ രൂപത്തിൽ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളത് ഇക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ശാപമാണ്. അതായത് പള്ളിയിൽ വന്ന് ഇരിക്കുന്ന ആളുകൾ മാത്രമാണ് അള്ളാഹുവിലേക്ക് അടുക്കുന്നവരും അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുന്നവർ എന്ന രൂപത്തിൽ ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഇത് നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്കൂളിലെ അസംബ്ലി കൂടുമ്പോൾ അസംബ്ലിയിൽ എന്ത് ചെയ്യുന്നു, സ്കൂളിലെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപികമാരും അധ്യാപകന്മാരും എല്ലാവരും ആ അസംബ്ലിയിൽ വന്നുകൂടും. എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നവരവിടെ വന്നുകൂടും. പിന്നീട് അവർ അസംബ്ലിയിലെ കുറഞ്ഞ സമയം അവർ ഒരുമിക്കുകയും പിന്നീട് അവർ അവരവരുടെ മേഖലകളിലേക്ക് തിരിയും. അവിടെ സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപകൻ സയൻസ് പഠിപ്പിക്കും, മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നയാൾ അത് പഠിപ്പിക്കും, തയ്യൽ പഠിപ്പിക്കുന്ന ടീച്ചറാണെങ്കിൽ അവരത് പഠിപ്പിക്കും. അങ്ങനെ വേർതിരിഞ്ഞ് അവരവരുടെ മേഖലകളിലേക്ക് തിരിയും. എന്നതുപോലെ ഫർളായ കാര്യങ്ങളിൽ, നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ നമ്മളെല്ലാവരും ഒരേപോലെ ഫർളായ നിസ്കാരങ്ങൾ നിർവഹിക്കുകയും 5 വഖ്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുകയും ഫർളായ സക്കാത്ത് നൽകുകയും റമദാനിൽ ഫർളായ നോമ്പനുഷ്ഠിക്കുകയും ഹജ്ജ് ഫർളാണെങ്കിൽ ഹജ്ജ് നിർവഹിക്കുകയും വേണം. അത് കഴിഞ്ഞുള്ള സമയം, നിസ്കാരം കഴിഞ്ഞുള്ള സമയം ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അഥവാ അവരവർക്ക് മനസ്സിന് ഏറ്റവും കൂടുതൽ ഇണങ്ങുന്ന രീതിയിൽ അവരുടെ ആഖിറത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുകണമെന്നുള്ളതാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം പറയുന്നുണ്ട്, രാവിലെ എഴുന്നേറ്റ് കൈക്കോട്ടും എടുത്ത് കൃഷിക്ക് പോകുന്ന ഒരാൾ അയാളുടെ നീയത്ത് നന്നാക്കിയാണ് പോകുന്നതെങ്കിൽ അയാൾ അള്ളാഹുവിൻ്റെ ഇബാദത്തിലാണ്. അത്താജിറു സ്വദൂഖുൽ അമീൻ, സത്യസന്ധനായ ഒരു കച്ചവടക്കാരൻ, അയാൾ വിശ്വസ്തത പുലർത്തി സത്യസന്ധത പുലർത്തി കച്ചവടം ചെയ്യുന്നവൻ അമ്പിയാക്കളോടുകൂടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇബാദത്തുകളുടെ ഏകശിലാത്മകതയല്ല യഥാർത്ഥത്തിൽ ദീൻ നമ്മോട് പറയുന്നത്. മറിച്ച് ഇബാദത്തുകൾ ഒരു ഫർളായ കാര്യങ്ങൾ ഏകോപിക്കുകയും പിന്നീട് ഓരോരുത്തർക്കും ഏറ്റവും കൂടുതൽ അവർക്ക് മനസ്സുകൊണ്ട് സന്തോഷമുള്ള കാര്യം എന്താണോ അതിൽ മുഴുകുകയും ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ എല്ലാവർക്കും ഖുർആൻ എടുത്തു വെച്ച് ഓതാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾ എല്ലാവർക്കും പള്ളിയിൽ അങ്ങനെ വന്ന് ഇരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്ത ഇത് വരുമ്പോൾ മഹാന്മാരായ സൂഫിയാക്കൾ തന്നെയും ആ രൂപത്തിൽ വ്യത്യസ്തമായ ത്വരീഖുകളിലൂടെ, വഴികളിലൂടെയാണ് അവർ അള്ളാഹുവിലേക്ക് വാസുലാകുന്നത് എന്ന് നമ്മുടെ തസൗഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അവിടെ കാണുന്നത് വലികുല്ലി വാഹിദിഹിം ത്വരീഖും മിൻ തുറുഖ് ഇഖ്താറുഹു ഫയകൂനു മിൻ ദാ വാസുലാ. മഹാന്മാരായ സൂഫിയാക്കളുടെ വഴികൾ, അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള അവരുടെ വഴികൾ, വലികുല്ലി വാഹിദിഹിം ത്വരീഖും മിൻ തുറുഖ്, അവരിൽ ഓരോരുത്തർക്കും അവരവരുടേതായ വഴികളുണ്ട്. ഇഖ്താറുഹു, അത് ഓരോരുത്തരും അവരവർ തിരഞ്ഞെടുക്കുന്നു. ഫയകൂനു മിൻ ദാ വാസുല, അതിലൂടെ അവർക്ക് അള്ളാഹുവിലേക്ക് ചേരുന്നവരാകാം, വാസുലുകളായി തീരാം. അവരവരുടെ വഴികൾക്ക് അവർക്ക് കൃത്യമായ പ്രമാണങ്ങളും ഉണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മൻ അലിമ വ അമില വ അല്ലമ, ഒരാൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു, അതുകൊണ്ട് അമൽ ചെയ്യുന്നു, എന്നിട്ട് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഫഹുവല്ലദീ യുദ്ആ അളീമൻ ഫി മലകൂത്തി സമാവാത്ത്, അള്ളാഹുവിൻ്റെ മലക്കൂത്തു സമാവാത്തിൽ തിരുസന്നിധിയിൽ എന്താണ് അതിനെ, അവനെ അളീം എന്ന് വിളിക്കപ്പെടും, മഹാനായവൻ എന്ന് വിളിക്കപ്പെടും. ഫഇന്നഹു കശംസ്, അവൻ സൂര്യനെ പോലെയാണ്. കാരണം അവൻ പഠിക്കുകയും പഠിച്ച ആ വെളിച്ചത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. ഫഇന്നഹു കൽ മിസ്ക്, അവൻ
കസ്തൂരി പോലെയാണ്. അത് സ്വയം ശുദ്ധിയുള്ളതും മറ്റുള്ളവർക്ക് നറുമണം പകരുന്നതും പോലെയാണ്. ചില ആളുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ ആത്മീയ വഴിയെ ചിട്ടപ്പെടുത്താൻ പഠിക്കുകയും അമൽ ചെയ്യുകയും മറ്റുള്ളവർക്ക് വെളിച്ചം കാണിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു. അത്തരത്തിൽ വിദ്യ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള മാർഗം സ്വീകരിച്ച ആളുകൾ അതിൻ്റെ മര്യാദകൾ പാലിച്ച് ആ നിലയിൽ അവർ ജീവിക്കുകയും മുന്നോട്ട് പോവുകയും അള്ളാഹുലേക്ക് ചെന്നു ചേരുകയും ചെയ്യട്ടെ. എന്നാൽ വബഅദുഹും യുക്സിറുൽ ഔറാദ വളായിഫൽ ഇബാദാത്ത്, ചില ആളുകൾ ഔറാദുകളെ വർദ്ധിപ്പിക്കുകയും വളായിഫുകളെ സ്ഥിരമായി ചെയ്യുന്ന വിറുതുകളെ വർദ്ധിപ്പിക്കുകയും ഇബാദത്തിന് ആബിദീങ്ങളായി തീരുകയും ചെയ്യുന്നു. മിന സ്വലാത്തി വസ്സൗമി വഖിറാഅത്തിൽ ഖുർആനി വതസ്ബീഹ്, ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നു. അതിനോട് എന്ത് ചെയ്യുക, പ്രാമുഖ്യമുള്ള ആളുകൾ, അതിനോട് കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ അതിൽ കൂടുതൽ മുഴുകട്ടെ. ഫർളായ കാര്യങ്ങൾ നിർവഹിച്ച ശേഷം അവരതിൽ കൂടുതൽ മുഴുകട്ടെ. വബഅദുഹും യഖ്ദിമുൽ ഫുഖഹാ വസൂഫിയ്യത വഅഹ്ലദ്ദീൻ, ചില ആളുകൾ ഖിദ്മത്ത് ചെയ്യുന്നു. ഫുഖറാക്കളായ ആളുകളെ, ദരിദ്രരായ ആളുകളെ സഹായിക്കാൻ വേണ്ടി ചാരിറ്റികൾ രൂപീകരിക്കുന്നു, അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുന്നു, സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇങ്ങനെ അതുപോലെ തന്നെ അഹ്ലുദ്ദീൻ, ദീനിൻ്റെ അഹ്ലുകാരെ, ഉലമാക്കളെ സേവനം ചെയ്യുന്നു. അതുപോലെ സ്വാലിഹീങ്ങളെ അവർ സേവിക്കുന്നു. ഇത്തരത്തിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി രംഗത്ത് നിൽക്കുന്ന ആളുകൾ അവരങ്ങനെ ചെയ്യട്ടെ. അവരങ്ങനെ ചെയ്യുമ്പോൾ അവർ എന്താകും, അതിലൂടെ അള്ളാഹുലേക്ക് എത്തിച്ചേരുന്നവരാകും എന്ന ഒരു അടിസ്ഥാന തത്വം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ വ്യത്യസ്തമാണ്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അള്ളാഹുവിൻ്റെ മഹാന്മാരായ സൂഫിയാക്കൾ പോലും ഈ രീതികളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്ന് കാണുക. ബഹുമാനപ്പെട്ട സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറയാണ്, മാ വസൽതു ഇലല്ലാഹി തആല ബിഖിയാമി ലൈലിൻ വലാ സിയാമി നഹാരിൻ വലാകിൻ വസൽതു ഇലല്ലാഹി തആല ബിൽ കറമി വത്തവാളുഇ വസലാമത്തി സ്വദർ. ബഹുമാനപ്പെട്ടവർ പറയും, അള്ളാഹുലേക്ക് ഞാൻ അധികരിച്ച നിസ്കാരം കൊണ്ടോ അധികരിച്ച നോമ്പ് കൊണ്ടോ ഒന്നുമല്ല റബ്ബിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്, ഞാൻ ഈ ഒരു ഉന്നതമായ ആത്മീയ പദവിയിലേക്ക് എത്തിയത്. വലാകിൻ വസൽതു ഇലല്ലാഹി തആല ബിൽ കറമി വത്തവാളുഇ വസലാമത്തി സ്വദർ, ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എനിക്ക് ഉസൂലാവാൻ സാധിച്ചത് എൻ്റെ വിനയം കൊണ്ടും എൻ്റെ ഹൃദയവിശുദ്ധി കൊണ്ടുമാണ്. ഒരാളോടും എനിക്ക് കുഴപ്പമില്ല, ഒരാളോടും എനിക്ക് പരിഭവമില്ല. ആ രൂപത്തിൽ എൻ്റെ ഹൃദയത്തെ ഞാൻ സംസ്കരിച്ചെടുക്കുക വഴി എല്ലാവരോടും നന്നായി പെരുമാറിയിട്ടാണ്, എല്ലാവരോടും തവാദുവോടെ നിലനിന്നിട്ടാണ്, എൻ്റെ കയ്യിൽ വരുന്ന പണം മറ്റുള്ളവർക്ക് ഔദാര്യമായി നൽകിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ആത്മീയ വഴിയിൽ മുന്നേറിയത് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ പറയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിലേക്കുള്ള വഴി എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ വഴികളാണ്. ആ വഴികളിലൂടെ അവൻ എന്ത് ചെയ്യാൻ കഴിയും, റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമി ഇതിന് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയാണ്, നിങ്ങൾ ശക്തമായ കാറ്റടിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നോക്കൂ, അത് വ്യത്യസ്ത രൂപങ്ങൾ പ്രാപിക്കുന്നതായി കാണാം. അത് വന്ന് കർട്ടനിലടിക്കുമ്പോൾ കർട്ടൻ ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്നു. അതുപോലെ അത് പരവതാനിയിലാണ് അടിക്കുന്നത് എങ്കിൽ പരവതാനി ഇങ്ങനെ വേവ് പോലെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഉയരുകയും താഴുകയും ചെയ്യുന്നു. അത് വൃക്ഷങ്ങളിലാണ് അടിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഇലകൾ നൃത്തം ചെയ്യുകയും പ്രത്യേക രീതിയിൽ ചലനം ആരംഭിക്കുകയും ചെയ്യുന്നു. അത് പൊടിയിലാണ് അടിക്കുന്നത് എങ്കിൽ പൊടി കറങ്ങിത്തിരിഞ്ഞു വരുന്നു. ആ കാറ്റ് തന്നെ ചിലപ്പോൾ സസ്യങ്ങൾക്ക് പരാഗണത്തിനുള്ള മാർഗമായി നിലനിൽക്കുന്നു. കാറ്റുകൾ മേഘത്തെ തള്ളിക്കൊണ്ടുപോകുന്നു. ഇങ്ങനെ കാറ്റ്, ഇവകൾക്കിടയിൽ നമ്മൾ കോമണായി കാണുന്ന കാര്യം കാറ്റ് തന്നെയാണല്ലോ. ആ കാറ്റ് ഒന്നായി നിൽക്കെ തന്നെ അതിൻ്റെ ആസാറുകൾ, അതിൻ്റെ പ്രതിഭാസങ്ങൾ, അതുമൂലമുണ്ടാകുന്ന പ്രതിഭാസങ്ങൾ വ്യത്യസ്ത രൂപേണയാണല്ലോ. എന്നതുപോലെ പലരും പല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് അടുക്കും. അതിൻ്റെ രൂപങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഇവിടെ അടിസ്ഥാനപരമായി കാറ്റൊന്നായതുപോലെ എല്ലാവരുടെയും ലക്ഷ്യം അല്ലാഹുവാണ് എന്ന് എന്ത് ചെയ്യുക, പറയുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റബ്ബ് സുബ്ഹാനഹു തആലയിലേക്കുള്ള വഴികൾ വ്യത്യസ്തങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ കൃത്യമായി നമ്മളെ ഗഫ്ലത്തിനെ ബഹുമാനപ്പെട്ടവർ പറയുന്നത് അശ്രദ്ധയാകുന്ന ജനാബത്തിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്താൽ രക്ഷപ്പെട്ടാൽ മാത്രമേ, ശുദ്ധി കൈവരിച്ചാൽ മാത്രമേ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമുക്ക് അശ്രദ്ധ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല പല കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ട്. ഒന്ന്, വ്യക്തികളിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് അവൻ്റെ നര. ഒരു മനുഷ്യനെ
ശരിയായ ലക്ഷ്യത്തിലേക്ക് അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. മൻ അറാദ വാഇലൻ ഫൽ മൗതു യക്ഫീഹി, ഹദീസുകളിൽ കാണാം, ആരെങ്കിലും ഒരു ഉപദേശകനെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മരണം തന്നെ അവന് മതി. അഥവാ തൻ്റെ കൂടെ സഞ്ചരിച്ച, തൻ്റെ കൂടെ കളിച്ചു വളർന്ന, അല്ലെങ്കിൽ തന്നോടൊപ്പം ജോലി ചെയ്യുന്ന, തന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിടയിൽ നിന്ന് അള്ളാഹു എന്ത് ചെയ്യുക, മരിപ്പിച്ച് അവൻ്റെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ മരണത്തെ സംബന്ധിച്ചിടത്തോളം മരണം നമ്മുടെ ശ്രദ്ധ തിരിച്ച് അശ്രദ്ധയിൽ നിന്ന് നമ്മളെ മാറ്റുന്ന ഒരു കാര്യമാണ്. മറ്റൊന്നാണ് നര എന്ന് പറയുന്നത് അവലം നഅ്മുറുക്കുമായ തദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നില്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നിടത്ത് അവിടെ നദീർ എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ് എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത്. നദീർ എന്നതുകൊണ്ട് നരയാണ് ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അഥവാ ഒരു മനുഷ്യൻ്റെ താടിയിലോ മുടിയോ ഒക്കെ നരയ്ക്കുമ്പോൾ അവനെ യഥാർത്ഥത്തിൽ അവൻ്റെ അശ്രദ്ധയിൽ നിന്ന് അവനെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു മാധ്യമമാണത്. മറ്റൊന്നാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കാനുള്ള മറ്റൊരു കാര്യമാണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ, ബാങ്ക് എന്ന പദം യഥാർത്ഥത്തിൽ വരുന്നത് അല്ലാമ ഇഖ്ബാലിൻ്റെ ചില കൃതികളിൽ ഒക്കെ കാണുന്ന പോലെ ബാങ്കേദർ എന്നൊരു കൃതിയുണ്ട് അദ്ദേഹത്തിന്. മണിനാഥം എന്നാണ് ശരിക്കും അർത്ഥം. പേർഷ്യൻ ഭാഷയിലുള്ള ഒരു ബാങ്കേദർ എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നാണ് ബാങ്ക് വന്നിട്ടത്. വാങ്ക് എന്ന് പറയാൻ പാടില്ല, വാ കൊണ്ട് പറയില്ല, ബാങ്ക് തന്നെയാണ് അത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. അപ്പോൾ അതുകൊണ്ട് ബാങ്കേദർ എന്ന മണിനാഥ് എന്ന, മണി അടിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഉണരും എന്നതുപോലെ ബാങ്ക് കൊണ്ടൊരു മനുഷ്യൻ എല്ലാ ദിവസവും ഉണർച്ച പ്രാപിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തന്നെ ജാമിഉൽ സഗീറിൻ്റെ ഒരു ഷറഹുണ്ട്. ഇമാം സുയൂത്തിയുടെ ജാമിഉൽ സഗീറിൻ്റെ ഒരു ഷറഹാണ് അത്തൻവീർ എന്ന് പറയുന്ന ഗ്രന്ഥം. ആ തൻവീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൻ്റെ വിശദീകരണത്തിൽ കാണാം, ഈ ദുൽഹിജ്ജ് 9 മുതൽ ദുൽഹിജ്ജ അറഫാ ദിനം സുബഹി മുതൽ അയ്യാമുത്ത് ശരീഖിൻ്റെ അവസാനത്തെ ദിവസത്തെ അസ്ർ വരെ തക്ബീർ ചൊല്ലുന്ന ഒരു കാര്യമുണ്ടല്ലോ. തക്ബീർ ചൊല്ലുക എന്നുള്ള സുന്നത്ത്, എന്തിനാണ് ആ തക്ബീർ ശറഅക്കപ്പെട്ടത് എന്നതിനൊരു കാരണം തൻവീറിൽ പറയുന്നത്, മനുഷ്യൻ അവൻ്റെ ഈ പെരുന്നാളും അതുപോലെ തന്നെ അറഫയും ഒക്കെയായി വിശ്വാസികൾ അശ്രദ്ധയിലായി പോകാൻ സാധ്യതയുണ്ട്. ആ സന്ദർഭത്തിൽ അവനെ ഈ പ്രത്യേകമായ സമയങ്ങളിൽ തക്ബീർ ശറഅക്കിക്കൊണ്ട് അള്ളാഹു ഉണർത്തുകയാണ്. അവനെ ഗഫ്ലത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തക്ബീർ ചൊല്ലാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് എന്ത് ചെയ്യുകയാണ് അവിടെ പറയുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ശരിയായ ലക്ഷ്യത്തെപ്പറ്റി ശ്രദ്ധയുള്ളവരാവുക, ബദ്ധശ്രദ്ധയുള്ളവരാവുക എന്ന് പറയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രത്യേകിച്ച് ഉലമാഇൻ്റെ ഭാഗത്ത് അവർ സ്ഥിരമായി അവർ കൊണ്ടുകിടക്കുന്ന അവരുടെ ദിക്റുകൾ, ഔറാദുകൾ, ഇവകളെ അശ്രദ്ധമായി കളയുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവരുത്. ഇത് മഹാന്മാർ പറയുന്നുണ്ട്. ഇബ്നു അത്താഇല്ലാഹി തങ്ങൾ തന്നെ ഹിക്കമിൻ്റെ 112ാമത്തെ ഹിക്മത്ത് പറയുന്നത്, ലാ യസ്തഹ്ഖിറുൽ വിർദ ഇല്ലാ ജഹൂൽ, വിഡ്ഢിയല്ലാതെ ഒരിക്കലും വിർദിനെ, ഔറാദുകളെ അവൻ ചെല്ലുന്ന എന്താണ് വെറുതെ എന്ന് പറഞ്ഞാൽ ഇഖാദുൽ ഹിമമിൽ ഇബ്നു ഹജിബ തങ്ങൾ പറയുന്നത് മാ യുറത്തിബുൽ അബ്ദു അലാ നഫ്സി, ഒരാൾ സ്വന്തം തന്നെ ഏറ്റെടുത്ത് ചൊല്ലുന്ന ദിക്റുകളാവാം, അവിഷൈഖു അലാ തിൽമീദിഹി മിനൽ അദ്കാരി വൽ ഇബാദാത്ത്, അല്ലെങ്കിൽ ഒരു ഗുരുനാഥൻ അവൻ്റെ മുരീദന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതാവാം. ചില ആളുകൾക്ക് അങ്ങനെ അത്തരത്തിലൊരു ആധ്യാത്മിക ഗുരുവിനെ കിട്ടാത്ത ആളുകൾ അവർ ചിലപ്പോൾ സ്വന്തമായി തന്നെ അവർ സ്വലാത്ത് ചൊല്ലുന്നു. അവർക്ക് വേണ്ടി ഇമാം ഹദ്ദാദ് തങ്ങൾ ജംഅ് ചെയ്തിട്ടുള്ളതാണ് ഹദ്ദാദ് റാത്തീബ്. ആ ഹദ്ദാദ് റാത്തീബ് പതിവാക്കുന്ന ഒരാൾ ഹദ്ദാദ് റാത്തീബ് പതിവാക്കുക, ഇത് ഏറ്റവും ഉത്കൃഷ്ടമായ സമയം പറയുന്നത് ഇശാ കഴിഞ്ഞുള്ള സമയമാണ്. കാരണം ഹദ്ദാദ് റാത്തീബിൽ ഇജാബത്തിൻ്റെ 2 സമയങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അയ്യു ദുആഇ അസ്മഉ, ഏറ്റവും ദുആക്ക് ഇജാബത്തുള്ള സമയം ഏതാണ് നബിയെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ജൗഫുൽ ലൈലിലുള്ള ദുആയും അതുപോലെ നിസ്കാരശേഷങ്ങളിലുള്ള ദുആയുമാണെന്ന്. ഇതിനെ പരമാവധി ഒരുമിച്ച് കൂട്ടിയ സമയമാണ് ഇശാഇൻ്റെ നിസ്കാരത്തിന് ശേഷം. അത് നിസ്കാരത്തിൻ്റെ ഉടനെയുള്ള ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ രാത്രിയുടെ പകുതിയോടെ, ഏകദേശം രാത്രിയുടെ ആദ്യത്തെ ഒരു പാദം, അതിൻ്റെ ഒരു കാശതമാനം കഴിഞ്ഞതിന് ശേഷമുള്ള സമയമായതുകൊണ്ട് രാത്രിയുടെ പകുതിയോട് അടുക്കുന്ന സമയമാണ്. ആ നിലക്ക് ഹദ്ദാദ് റാത്തീബ് ഇശാ കഴിഞ്ഞ് നടത്തണം എന്നുള്ളതാണ് അതിൻ്റെ ആദാബുകളിൽ പറയുന്നൊരു കാര്യം. ചില ആളുകൾ സൗകര്യാർത്ഥമൊക്കെ അല്ലാത്ത സമയങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും
ഇബാദത്തുകൾ, നമ്മുടെ വിറുതുകളിൽ നമുക്കൊരു ശ്രദ്ധ വേണം. എല്ലാ ദിവസവും യാസീൻ ഓതുന്നയാൾ അത് ഒഴിവാക്കാതിരിക്കുക, അതിനെ നിസ്സാരപ്പെടുത്താതിരിക്കുക. എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞോ അല്ലെങ്കിൽ ഏതെങ്കിലും വിറുതുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിറുതുകൾ നിസ്സാരപ്പെടുത്തരുത്, അതിൽ അശ്രദ്ധ വരരുത്. അത് അവൻ്റെ ആത്മീയ സഞ്ചാരത്തിന് വലിയ കുറവ് വരുത്തുമെന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. 112-ാമത്തെ ഹിക്മത്തിൽ പറയാണ്, ലാ യസ്തഹഖിറുൽ വിറുദ ഇല്ലാ ജഹൂൽ അൽ വാരിദു യൂജദു ഫിൽ ആഖിറ വൽ വിറുദു യന്തവി ബിൻദിവാഇ ഹാദിഹി ദാർ. ഈ വിറുദുകളുടെ ഭാഗമായി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ആധ്യാത്മിക പൊരുളുകളുണ്ട്. അതിനെ വാരിദാത്ത് എന്ന് പറയാം. ഇൽഹാമാത്തുകൾ, ആധ്യാത്മികമായ സൗഭാഗ്യങ്ങൾ, ദിവ്യജ്ഞാനങ്ങൾ, ഇതൊക്കെയാണ് അത് വിറുദുകൾ വഴി കിട്ടുന്ന കാര്യം. അപ്പോൾ ഔറാദുകൾ, നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ, ഇബാദത്തുകൾ, ഇപ്പോൾ തഹജ്ജുദ് വിറുദാക്കിയ ഒരാൾ, പതിവാക്കിയ ഒരാൾ തഹജ്ജുദ് മുടക്കാതിരിക്കുക. ദുഹാ നിസ്കാരം പതിവാക്കിയ ഒരാൾ അത് മുടക്കാതിരിക്കുക. ചെയ്യുന്ന കാര്യം അതിനെ സംബന്ധിച്ച് അശ്രദ്ധ വന്നുകൂടാതെ ഔറാദുകളുടെ കാര്യത്തിൽ കൃത്യമായൊരു ശ്രദ്ധ നമുക്ക് വേണമെന്ന് ഇബ്നു അത്തായില്ലാഹി തങ്ങൾ തന്നെ പറയുന്നുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിൽ ചെയ്തു തന്നിട്ടുള്ള വലിയ അനുഗ്രഹത്തെ പറ്റിയിട്ട് 118-ാമത്തെ ഹിക്മത്തിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കാരങ്ങൾക്ക് സമയം നിർണയിച്ചത്? എന്തുകൊണ്ടാണ് 5 വഖത്ത് നിസ്കാരങ്ങളെ ഇങ്ങനെ നിർണിതമായ സമയങ്ങളിൽ അള്ളാഹു ആക്കിയത് എന്ന് അടുത്ത ഹിക്മത്തിൽ 118-ാമത്തെ ഹിക്മത്തിൽ പറയുന്നത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ ഇബാദത്തിൻ്റെ കാര്യത്തിൽ മുൻഗാമികൾക്കുണ്ടായിരുന്ന ആ ഒരു ശ്രദ്ധ നമ്മുടെ ഉലമാക്കൾക്ക് തന്നെ നഷ്ടപ്പെട്ടു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാതിരിക്കുക, അതിനെ നിസ്സാരപ്പെടുത്താതിരിക്കുക. ബഹുമാനപ്പെട്ട ജുനൈദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ജുനൈദുൽ ബഗ്ദാദി നമ്മുടെ ജമുൽ ജവാമിയുടെ അവസാന ഭാഗത്ത് ഖാത്തിമത്തുൻ ഫി തസവുഫ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ജമുൽ ജവാമി ഉസൂൽ ഫിഖിൻ്റെ ഗ്രന്ഥമാണെങ്കിലും തസവുഫിൻ്റെ അടിസ്ഥാനപരമായ ചില ഉസൂലിയായ കാര്യങ്ങൾ അതിൽ പറയുന്നിടത്ത് ഏറ്റവും അസ്ലമായ ത്വരീഖുൽ ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ ത്വരീഖാണ് ഏറ്റവും ശരീഅത്തിനോട് ചേർന്ന് നിൽക്കുന്ന. എല്ലാ ഹക്കായ ത്വരീഖത്തുകൾക്കും ശരീഅത്തിനോട് ചേർന്ന് തന്നെയാണത് പോവുക. പക്ഷേ നമുക്ക് ബാഹ്യമായി പ്രകടമായി നന്നായി മനസ്സിലാകുന്ന രൂപത്തിലാണ് ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ ത്വരീഖത്ത്, അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക വഴി. ആ ജുനൈദ് റളിയല്ലാഹു അൻഹു പറയാണ്, അൽ ഇബാദത്തു അലൽ ആരിഫീന അഹ്സനു മിന തീജാനി അലാ റൂസിൽ മുലൂക്ക്. രാജാക്കന്മാർ എപ്രകാരമാണോ അവർ കിരീടം വെക്കുമ്പോൾ മനോഹരമായി തീരുന്നത്, കിരീടം എത്രത്തോളം രാജാക്കന്മാർക്കുണ്ടോ അതിനേക്കാൾ വലുതാണ് ആരിഫീങ്ങളായ ആളുകൾക്ക്, അള്ളാഹുവിനെ അറിയാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അവരുടെ ഔറാദുകളും ഇബാദത്തുകളും. ഇതിൽ വളരെ ശ്രദ്ധ പുലർത്തണം. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞ കാര്യമാണ് വിത്ർ നിസ്കാരം. ഔസാനി ഖലീലി എന്ന് പറഞ്ഞ് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അൻ ഊത്തിറ ഖബല അൻ അനാം, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കാരത്തെ പതിവാക്കുക എന്നുള്ളത്. വിത്ർ നിസ്കാരം ഒഴിവാക്കാതിരിക്കുക, അലിമികൾ പ്രത്യേകിച്ച് ഒഴിവാക്കാതിരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു നിസ്കാരമാണ്, ഫർളാണ് എന്ന വിഷയത്തിൽ ഖിലാഫുള്ള നിസ്കാരമാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയാണ്, വഖദ് റഅ റജുലുൻ അൽ ജുനൈദ് റളിയല്ലാഹു അൻഹു വഫി യദിഹി സുബ്ഹ. ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ ഒരു തസ്ബീഹ് മാല, ജുനൈദ് ബഗ്ദാദി തങ്ങളുടെ കയ്യിൽ ഒരു തസ്ബീഹ് മാല കണ്ടപ്പോൾ ആരോ ചോദിച്ചു, എന്താ അന്ത മഅ ശറഫിക തഅഖുദു ഫി യദിക സുബ്ഹ, അങ്ങ് ഇത്രയും വലിയ ഒരു ആത്മീയ ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിയ ഒരുപാട് ആളുകൾക്ക് ഷെയ്ഖായി നിൽക്കുന്ന അങ്ങെന്തിനാണ് കയ്യിൽ തസ്ബീഹ് മാല കരുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വസൽന ഇലാ മാ വസൽന ബിസബബി ഹാദാ നഅം സബബു വസ്ലിന ഇലാ മാ വസൽന. ഇതാണ് നമ്മൾ എത്തിച്ചേർന്ന, നമ്മൾ ഏതെങ്കിലും എവിടേക്കെങ്കിലും ആധ്യാത്മികമായി ഉയർന്നിട്ടുണ്ടെങ്കിൽ ഈ തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് അത് കൃത്യമായ ഔറാദുകളിൽ മുഴുകിയത് കൊണ്ടാണ് നമ്മൾ എത്തിയത്. ഫലാ നത്രുഖുഹു അബദ, മരിക്കുന്നതുവരെ ഞാനിത് ഒഴിവാക്കില്ല എന്ന് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞെങ്കിൽ, നമുക്ക് ഒരു കൗണ്ടർ കൈപ്പിടിക്കാൻ നമുക്ക് പ്രയാസമാണെങ്കിൽ, ഒരു തസ്ബീഹ് മാല കൈപ്പിടിക്കാൻ നമുക്ക് പ്രയാസം, ആളുകൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റിയാ എന്ന് പറയുന്നത് പ്രവൃത്തിയിൽ മാത്രമല്ല ഉപേക്ഷയിലും റിയാ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവൃത്തി താക്കോൽ തുറക്കാനുള്ള എന്ത് ചെയ്യുക, പൂട്ടാനുള്ളത് മാത്രമല്ല തുറക്കാനുമുള്ളതാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ റിയാ എന്ന് പറയുന്നൊരു സംഗതി പ്രവൃത്തിയിൽ മാത്രമല്ല. ഞാനത് ചെയ്താൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുക, മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യൽ മോശമായതുപോലെ തന്നെയാണ് മറ്റുള്ളവർ കാണുമെന്നതിനാൽ ത്വാഅത്തുകളെ ഉപേക്ഷിക്കുക. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
നിയമമാക്കിയ സുന്നത്താക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കി പഠിപ്പിച്ച ഒരു കാര്യത്തെ ചെയ്യാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങൾ എന്ത് പറയും അല്ലെങ്കിൽ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നമ്മളതിനെ ഒഴിവാക്കുന്നുവെങ്കിൽ അതും റിയാ തന്നെയാണ്. കയ്യുറിഞ്ച ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ ഉറിഞ്ചൽ സുന്നത്താണ്. അത് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് കൈ ഉറിഞ്ചാതിരിക്കുക എന്നുള്ളത് അതും റിയാ തന്നെയാണ്. പ്രവൃത്തിയിൽ മാത്രമല്ല റിയാ വരിക, ഉപേക്ഷയിലും റിയാ വരുമെന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജുനൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നമ്മൾ ആ ഔറാദുകളിലും ഇബാദത്തുകളിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പുറകോട്ട് പോകാൻ പാടില്ല. തൻ്റെ കടയിൽ ജുനൈദ് ബഗ്ദാദി തങ്ങളെപ്പറ്റി പറയുന്നത്, താൻ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കടയുടെ കർട്ടൻ താത്തിയതിനു ശേഷം, തിരശ്ശീല താത്തി വെച്ചതിനു ശേഷം 400 റക്അത്തുകൾ നിസ്കരിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഒരു വീട്ടിലേക്ക് പോകുന്നത്. അപ്പം അത്രയും ഉയർന്ന ഏറ്റവും വലിയൊരു പണ്ഡിതനായിരുന്ന ജുനൈദുൽ ബഗ്ദാദി, എത്രയോ ശിഷ്യഗണങ്ങളുള്ള ജുനൈദുൽ ബഗ്ദാദി, അദ്ദേഹത്തിൻ്റെ നഫ്സിനെ സംബന്ധിച്ച് വല്ലാത്ത ശ്രദ്ധയുള്ള ആളായിരുന്നു. ഇബാദത്തുകളിൽ വളരെ ശ്രദ്ധയുള്ള ആളായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണല്ലോ, ലമ്മാ തവർറമത്തി ഖദമാഹു, അവിടുത്തെ കാലുകൾ നീര് കെട്ടിയപ്പോൾ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ അഫലാ അകൂന അബ്ദൻ ശകൂറ എന്നല്ലാൻ റസൂൽ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇബാദത്തുകളിലെ അശ്രദ്ധ നമ്മളെ പിടികൂടാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സലാമത്തിലാക്കുമാറാകട്ടെ. മഹാനായ സാബിത്തുൽ ബന്നാനി എന്നിവരോട് മരണസമയം തൻ്റെ മകൻ ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കാൻ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ മകനോട് പറഞ്ഞു, മോനെ ഞാനിപ്പോൾ എൻ്റെ 7ാമത്തെ വൃദ്ധിയിലാണുള്ളത്, ഞാൻ അങ്ങനെ മറന്നു പോകുന്നയാളല്ല എന്ന് പറഞ്ഞു എന്ന്. അപ്പം അതുകൊണ്ട് അശ്രദ്ധ ബാധിക്കുക എന്നുള്ളത് ആധ്യാത്മികമായ ഒരു സാധകൻ്റെ അവൻ്റെ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ അവൻ ഏറ്റവും വിലങ്ങുതടിയായിത്തീരുന്നത് അവൻ്റെ അശ്രദ്ധയാണ്. ഇബാദത്തുകളിലുള്ള അശ്രദ്ധ, വിശ്വാസകാര്യങ്ങളിലുള്ള അശ്രദ്ധ, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇബാദത്തുകളുടെ അശ്രദ്ധയുടെ വേറൊരു വകുപ്പാണ് ശരീഅത്തിൻ്റെ വിഷയങ്ങളിൽ ശ്രദ്ധ പുലർത്താതെ, ശരീഅത്ത് വേണ്ട ചില പ്രത്യേക ദിക്റുകളൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ട് എനിക്ക് ശരീഅത്തൊന്നും ബാധകമല്ല, എനിക്കത് ബാധകമല്ല എന്ന് പറയുന്ന ഒരവസ്ഥ, ശരീഅത്ത് നിഷേധം എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ തങ്ങൾ ആ വിഷയം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് അതിനുവേണ്ടി പ്രത്യേകമായി അലക്കി തേച്ച വാക്കുകളോ അല്ലെങ്കിൽ ശൈലിയോ ഈണം ഇതൊന്നും ലാക്കാക്കിയിട്ടുള്ളതല്ല. റബ്ബു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിയാൻ നമ്മുടെ ഈ പ്രവർത്തനവും ഈ സമയവും അത് കാരണമാണെങ്കിൽ അത് അള്ളാഹു സ്വീകരിച്ച് കിട്ടിയാൽ അത് തന്നെയാണ് വലിയ കാര്യം. അതിനേക്കാളപ്പുറത്ത് വേറൊരു ലക്ഷ്യവും ഈ ക്ലാസ്സിനില്ല. ക്ലാസ്സിൽ ഓൺലൈനിൽ വരുന്ന ആളുകളുടെ എണ്ണം കുറവാണെങ്കിൽ പോലും അതിൻ്റെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ 100-100ഓളം ആളുകൾ കാണുന്നുണ്ട്. അത് ആളുകൾ ആത്മാർത്ഥമായിട്ടുള്ള 10 പേർ 5 പേരായാലും ഈ ക്ലാസ് വിജയത്തിലാണ്. അൽഹംദുലില്ലാഹ്. അതിൽ കുറവാണെങ്കിൽ ഒരാൾ ഇത് ആത്മാർത്ഥമായി കേൾക്കാനുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആ വിഷയത്തിൽ വിജയിച്ചവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ശ്രദ്ധയോടെ തനിക്ക് സയ്യിദുന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ ഒരു വഴിയിൽ നീങ്ങുമ്പോൾ കല്ലും മുള്ളുമുള്ള വഴിയിൽ നടക്കും. എത്രത്തോളം ശ്രദ്ധിച്ചാണോ അയാൾ നടക്കുന്നത്, മുള്ളു കൊള്ളാതെ കല്ല് കൊള്ളാതെ നടക്കുന്നത്, ആ ഒരു ശ്രദ്ധ നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആത്മീയമായ പുരോഗതി ഉണ്ടാവൂ എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട മുസ്തഫ ഉസ്താദ് വളരെ ശ്രദ്ധേയമായ ഒരു ക്ലാസ്സാണ് അവർ പ്രത്യേകിച്ച് റിയാഇന്റെ ഉപേക്ഷയിലെ റിയാ എന്ന ഒരു ശ്രദ്ധിക്കാത്ത ഒരു വിഷയം കൂടി പ്രത്യേകം കൂടി പറഞ്ഞ് നമ്മെ കുറച്ചുകൂടി ആത്മീയതയുടെ ലോകത്തേക്ക് കൈപ്പിടിച്ചു കൊണ്ടുപോയ ബഹുമാനപ്പെട്ട ഉസ്താദിന് അല്ലാഹു തആല എല്ലാവിധ ആയുരാരോഗ്യങ്ങൾ നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ. ഇതുവരെ ശ്രവിച്ച ഇനി ഇത് ശ്രവിക്കുന്നല്ലോ അല്ലാഹു തആല എല്ലാം ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ ഇൻഷാ അല്ലാഹ് 3 സ്വലാത്തോടു കൂടി നമുക്ക് അവസാനിപ്പിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.